നമസ്കാരം. സിനി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മളെല്ലാവരും. നമ്മൾ നമ്മുടെ ചാനലിലൂടെ ANP@6412 എന്ന യൂട്യൂബ് ചാനലിലൂടെ മറ്റൊരു പ്രോഗ്രാം കൂടി നമ്മൾ ആരംഭിക്കുകയാണ്. സിനിമാ നിരൂപണത്തിനപ്പുറം, സിനിമ റിവ്യൂവിനപ്പുറം, സിനിമ റിവ്യൂ എന്നൊക്കെ പറയുമ്പോൾ അത് ഇക്കാലത്ത് സിനിമയുടെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് മറ്റൊക്കെ കാര്യങ്ങളിലൊക്കെ സംസാരിച്ച് ആളുകളെ ആകർഷിച്ച് ഒക്കെ പോകുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കാണുന്ന സിനിമ റിവ്യൂ എന്ന് പറയുന്നത്. ഞാൻ സിനിമ റിവ്യൂ എന്നത് സിനിമാ നിരൂപണം എന്ന് തന്നെ അർത്ഥത്തിലെടുത്തുകൊണ്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും കഥ, സിനിമയുടെ തീം നമുക്ക് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് തീം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ രൂപപരമായ സംവിധാനപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ANP ചാനലിലൂടെ നമ്മൾ ഇതേവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ANP ചാനലിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് സിനി ടോക്ക് എന്നൊരു പുതിയ പങ്ക്തി കൂടി ആരംഭിക്കുകയാണ്. സിനിമയിലുള്ള മറ്റു വിശേഷങ്ങൾ, സിനിമാക്കാരുമായി ഉള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു വിശേഷങ്ങൾ, അതെല്ലാം പ്രേക്ഷകരിൽ എത്തിക്കുക എന്ന ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നത്. ആരെയും വേദനിപ്പിക്കാനോ ആരെയും അപകീർത്തിപ്പെടുത്തുവാനോ ഒന്നും വേണ്ടിയല്ല ഈ ചാനൽ എന്നുള്ളത് പ്രത്യേകം എല്ലാവരും ഓർമ്മിക്കേണ്ടതും അത്യാവശ്യമാണ്. ഞാനത് ആണയിട്ട് പറയുന്നു. ആരെയും അപമാനിക്കാനോ അപകീർത്തിപ്പെടുത്തുവാനോ ഒന്നും വേണ്ടിയുള്ള കാര്യമല്ല ഈ സിനി ടോക്ക് എന്ന ഈ പങ്ക്തിയിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉണ്ണി മുകുന്ദനും അദ്ദേഹത്തിന്റെ മാനേജറായിട്ടുള്ള വിപിൻ എന്ന ഒരാളുമായിട്ട് ഉണ്ടായ ചില ഇഷ്യൂസ് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ മാളികപ്പുറം എന്ന സിനിമ കഴിഞ്ഞതോടുകൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേപ്പടിയാൻ എന്ന സിനിമ കഴിഞ്ഞതോടുകൂടി അദ്ദേഹം വേറൊരു തലത്തിലേക്ക് പോകാനായിട്ട് ആരംഭിച്ചില്ലേ എന്നുള്ള കാര്യം എല്ലാവരും സംശയിച്ച ഒരു കാര്യം തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള മാനസികാവസ്ഥയിലൂടെ ഈ നടൻ കടന്നു പോകുന്ന സമയത്താണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്. മനോരമ ന്യൂസിലാണ് ഈ വിഷയം ആദ്യമായിട്ട് നമ്മൾ കേട്ടത്, കണ്ടത്, അറിഞ്ഞത്. എന്തായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നം? അപ്പാർട്ട്മെന്റിലെ പാർക്കിംഗ് ഏരിയയിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കമാണ് എന്ന് പറഞ്ഞ് കേൾക്കുന്നു. അദ്ദേഹത്തെ മർദ്ദിച്ചു, വിപിൻ കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പഴയ ഒരു മാനേജരെ മർദ്ദിച്ചു എന്നൊക്കെയാണ് അയാൾ കേസ് കൊടുത്തിരിക്കുന്നത്, വിപിൻ കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഉണ്ണി മുകുന്ദൻ പറയുന്നത് മർദ്ദിച്ചൊന്നുമില്ല, കാറിന്റെ ഗ്ലാസ് തല്ലി പൊട്ടിച്ചു, അതിന്റെ സൈഡ് ഗ്ലാസ്, അതിന്റെ വ്യൂവർ സൈഡ് ഗ്ലാസ്, സൈഡിലെ കണ്ണാടി പൊട്ടിച്ചു എന്നാണ് അദ്ദേഹം ഉണ്ണി മുകുന്ദനും സമ്മതിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അരങ്ങേറുന്നത്? മാനസികാവസ്ഥയാണ്. ഒരിക്കൽ ഒരു പുതിയ തിരക്കഥാകൃത്തും സംവിധായകനും, അദ്ദേഹം കുറച്ച് ടെലിഫിലിമുകൾ, ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്ത ഒരാളായിരുന്നു. ഒരു വലിയ പ്രോഗ്രാം, നാദർഷേന, ഷിയാസ്, ഇന്ദുലേഖ, നിമിഷ ഇവരെയൊക്കെ വെച്ചിട്ട് ഒരു വലിയ പ്രോഗ്രാം 1996 അദ്ദേഹം ഏഷ്യാനെറ്റിലൂടെ പ്രക്ഷേപണം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. അത് എല്ലാവരും അംഗീകരിച്ച ഒരു പ്രോഗ്രാമായിരുന്നു. ആ ഓണത്തിന് വന്ന ഒരു പ്രോഗ്രാമായിരുന്നു അത്. അതിന്റെ സംവിധാനവും അതിന്റെ സംവിധാന ചടുലതയും എല്ലാവരെയും ആകർഷിക്കുകയും ONV കുറുപ്പ്, ബാലചന്ദ്രമേനോൻ തുടങ്ങിയവരൊക്കെ അതിനെപ്പറ്റി വിമർശനപരമായിട്ടും പുകഴ്ത്തിയും ഒക്കെ സംസാരിക്കുക ഉണ്ടായിട്ടുണ്ട്. ആ സംവിധായകനാണ് ഈ വിപിനെ. അരുൺകുമാർ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഉണ്ണി മുകുന്ദന്റെ ഒരു മാനേജർ പോസ്റ്റിലിരുന്നയാൾ. ആ ആളെയാണ് അദ്ദേഹം വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനല്ല, ഇപ്പൊ വിപിനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ, ഉണ്ണി മുകുന്ദൻ പറയുന്നത് പോലെ വിപിൻ എന്റെ മാനേജർ അല്ല എന്നൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? മാനേജറുടെ പണി എന്താണ്? മാനേജർ എന്ന് എഴുതി കഴുത്തിൽ തൂക്കിയിട്ടില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഓഫീസിലിരുന്ന് ഫ്രണ്ടിൽ ഒരു ബോർഡ് മാനേജർ എന്ന് വെച്ചില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അന്ന് വിപിനാണ്.
വിപിനാണ് നോക്കിയിരുന്നത്. വിപിൻ ഈ പുതുമുഖ സംവിധായകരോട് അല്ലെങ്കിൽ സംവിധാനം ചെയ്യണം, ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്ന ഇദ്ദേഹത്തിനോട് പറഞ്ഞു, കഥ കേൾക്കണം, കഥ കേൾക്കാൻ ഇപ്പോൾ സമയമില്ല, ഞാൻ വിളിക്കാം, കഥ എങ്ങനത്തെ കഥയാണ്, കഥ കേട്ടിട്ടല്ലേ തീരുമാനിക്കുന്നത് ഇത് എങ്ങനത്തെ കഥയാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു അവസരം പോലും തരാതെ, ആ ഒരു ഉണ്ണി മുകുന്ദനുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം പോലും തരാതെ, ശരിയാണ് ഇവരുടെ മുന്നിലേക്കൊക്കെ ഒരുപാട് ആളുകൾ തെറ്റായ കഥകളും കൊണ്ട് വെറുതെ വന്നു പോകുന്ന ആളുകൾ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം മാനേജരെയൊക്കെ വെച്ചത്. അപ്പോൾ അന്ന് ഈ സംവിധായകൻ ചോദിക്കുകയുണ്ടായി, സംവിധായകൻ എന്നോട് പറഞ്ഞ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്, ചോദിക്കുകയുണ്ടായി, ഉണ്ണി മുകുന്ദനെ കണ്ട് ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഇല്ലേ? അത് ഞങ്ങൾ ആദ്യം കേൾക്കണം. ഇത് തന്നെയാണ് ആന്റണി പെരുമ്പാവൂരിന്റെ അടുത്തും നമ്മൾ പോവുകയാണെങ്കിൽ, മോഹൻലാലിനെ സമീപിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം ആന്റണി പെരുമ്പാവൂരിനെ പറഞ്ഞ് കഥ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം. അതിനുശേഷമാണ് മോഹൻലാലിന്റെ അടുത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതൊക്കെ ഒരു പുതിയ കഥയുമായിട്ട്, പുതിയ മോഹങ്ങളുമായിട്ട്, സിനിമാ മോഹങ്ങളുമായിട്ട്, പുതിയ സിനിമാ സങ്കല്പങ്ങളുമായിട്ട് ചെല്ലുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന പരിപാടികളാണ് ഇതെല്ലാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് കഥ പറയുന്നത് തുടങ്ങുമ്പോൾ അറിയാലോ, കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ അറിയാലോ അയാൾക്ക് കഥ പറയാനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ അയാൾക്ക് സിനിമ ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ. അദ്ദേഹം ഷോട്ട് ബൈ ഷോട്ടാണ് പറയുന്നത്. ആരും അന്ന് ചെയ്യാത്ത രീതികളാണ് ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്. അതായത് ഷോട്ടുകളെ എഴുതി വെച്ചിട്ട്, ഷോട്ട് നമ്പർ 1 ഇത് ഇന്ന ഷോട്ട് നമ്പർ 2 ഇന്ന് അങ്ങനെ പറഞ്ഞ് സ്റ്റോറി ബോർഡ് എഴുതി വെച്ചിട്ടാണ് ആ സംവിധായകൻ അന്ന് ആ ഓണത്തിന്റെ ആ പ്രോഗ്രാം, ആ 4 പാട്ടുകളുടെ ആ പ്രോഗ്രാം ചെയ്തു വെച്ചത്. അതൊക്കെ കാണിച്ചു, അതൊക്കെ കാണിക്കാം, അതൊക്കെ എല്ലാം കാണിക്കാം, തെളിവുകൾ കാണിക്കാം, ഷോർട്ട് ഫിലിമുകൾ ചെയ്തതിന്റെ തെളിവുകൾ കാണിക്കാം. ഇതൊന്നും പറഞ്ഞിട്ടൊന്നും വിപിൻ അന്ന് സമ്മതിച്ചില്ല. അപ്പൊ കുറ്റം ആരുടെ പേരിലാണ്? വിപിന്റെ പേരിലാണോ അതോ ഉണ്ണി മുകുന്ദന്റെ പേരിലാണോ കുറ്റം? ഇത് പ്രേക്ഷകർക്ക് അറിയേണ്ടതായിട്ടുണ്ട്, ഇത് നാട്ടുകാർ അറിയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ആളുകൾ ഇത് അറിഞ്ഞു വേണം ഈ ഉണ്ണി മുകുന്ദനെയൊക്കെ സമീപിക്കാൻ. ഉണ്ണി മുകുന്ദൻ തന്നെയല്ല, ആരെയും. ഇപ്പൊ മോഹൻലാലിനെ സമീപിക്കണമെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെ കൺവിൻസ് ചെയ്യണം. ആന്റണി പെരുമ്പാവൂരിനെ കൺവിൻസ് ചെയ്തതുകൊണ്ടാണ് ഇട്ടിമാണി പോലെയുള്ള സിനിമകളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. ഇത്ര അട്ടർ ഫ്ലോപ്പായ സിനിമകൾ, അട്ടർ ഫ്ലോപ്പ് തന്നെയല്ല, മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള, മനുഷ്യന്റെ സംസ്കാരത്തിന്, കേരളത്തിന്റെ സംസ്കാരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു ഇട്ടിമാണി എന്ന് പറയുന്ന, ഇട്ടിമാണി ഫ്രം ചൈന. 2 പുതുമുഖങ്ങളാണ് അത് ചെയ്തത്. അവരെ കുറ്റം പറയുന്നില്ല. ഇത്തരം പ്രൊഡ്യൂസർമാരുണ്ട്. ഇവിടെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ വന്നത് നമ്മൾ കണ്ടതാണല്ലോ. ആ സിനിമ വിജയിക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണ്, അവസാനം അതിന്റെ പ്രിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വിജയിക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അത്തരം ടെക്നിക്കുകളൊക്കെ അന്ന് ഇവർ എടുത്തത്. ഇവിടെ നമ്മൾ പറയുന്നത് അതുപോലുള്ള ടെക്നിക്കുകളൊന്നുമല്ല, ഗിമ്മിക്കുകളൊന്നുമല്ല സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സത്യസന്ധതയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 100% സത്യസന്ധതയൊന്നും വേണമെന്നൊന്നുമല്ല പറയുന്നത്. ഒരു 75% നമ്മൾ സത്യസന്ധരായിരിക്കണ്ടേ? ആ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഉണ്ണി മുകുന്ദൻ അന്ന് അത് സമ്മതിച്ചിരുന്നുവെങ്കിൽ, ആ കഥ കേട്ടെന്ന് അദ്ദേഹം സമ്മതിച്ചിരുന്നു എങ്കിൽ ഒരു വലിയ ചരിത്രം തന്നെ ആകുമായിരുന്നു ആ സിനിമ. അതുപോലെയുള്ള കുമാരനാശാന്റെ കരുണയാണ് അത് അവിടെ ചെയ്യാനായിട്ട് വന്നത്. ആ കരുണയിൽ കുമാരനാശാന്റെ, ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചതാണ്, ആ കരുണയിൽ ആ സ്ക്രിപ്റ്റിനകത്ത് ഉണ്ണി മുകുന്ദൻ ആനന്ദഭിക്ഷുവിന്റെ വേഷമായിരുന്നു ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ്. നമുക്ക് മലയാള സിനിമയ്ക്ക് തന്നെ, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു നല്ല ഭാവി ഉണ്ടാകുമായിരുന്ന ഒരു സിനിമയായിരുന്നു അത്. ആനന്ദഭിക്ഷുവിന്റെ വേഷം ചെയ്യാനാണ് ചെന്നത്. ഇതുപോലെ തന്നെയാണ് കാവ്യമാധവന്റെ അടുത്തും ഈ സംവിധായകൻ പോയി. കാവ്യമാധവന്റെ അടുത്ത് സംവിധായകൻ പോയി കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഇതിനകത്ത് ലീഡ് റോള്, വാസവത്തിന്റെ റോള് ചെയ്യാനായിട്ടിരുന്ന ആ സംവിധായകൻ ഉദ്ദേശിച്ചത് കാവ്യമാധവനെയാണ്. ഉണ്ണി മുകുന്ദൻ ഭിക്ഷുവായിട്ട് വരികയും ചെയ്യുന്നു. കാവ്യമാധവന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കാവ്യമാധവനല്ല നമ്മളോട് സംസാരിക്കുന്നത്. കാവ്യമാധവന്റെ അച്ഛൻ വന്നിട്ടാണ് പറയുന്നത് ഇത് ആർട്ട് സിനിമയാണ്, ആർട്ട് സിനിമയിൽ ഞങ്ങൾ അഭിനയിക്കില്ല. അത് കഴിഞ്ഞിട്ടാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിൽ അവർ അഭിനയിച്ചത്. എന്തിനാണ് ഇങ്ങനെ അസത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എത്രയോ ആളുകളുടെ അവസരങ്ങളാണ് അവിടെയൊക്കെ നഷ്ടപ്പെടുന്നത്. ഇതൊക്കെ നഷ്ടപ്പെടുത്താതിരുന്നാൽ ഗിവ് ആൻഡ് ടേക്കാണ്. നിങ്ങൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. അല്ലാതെ ഒരു സിനിമ ഹിറ്റായതുകൊണ്ട് അപ്രമാദിത്വം വന്ന് താനാണ് ഈ ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം എന്നൊക്കെ
വിചാരിച്ചാൽ അവസാനം അത് കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടുള്ളൂ. എല്ലാ നടന്മാരോടുമായിട്ടാണ് പറയുന്നത്. ദിലീപിൻ്റെ കാര്യം തന്നെ എടുക്കുക. ദിലീപിന് 7 വർഷത്തേക്ക് ടൈം ഉണ്ടായില്ല, ഡേറ്റ് ഇല്ല എന്നൊക്കെയാണ് അന്ന് പറഞ്ഞു കേട്ടത്. അത് തന്നെയാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ തിരക്കഥയിൽ കൊണ്ടുവന്ന സരോജ് കുമാർ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ഛായ. ഞാൻ അന്ന് കോളേജിൽ പഠിച്ചു, ഞാൻ സിനിമാ നടനായില്ലായിരുന്നെങ്കിൽ IAS കാരനായേനെ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇവിടെയൊക്കെ കണ്ടതും കേട്ടതും ഒക്കെ തന്നെയാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സിനിമയിലും പറഞ്ഞു വെച്ചത്.